ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് സുഖമായിട്ട് പോണ്. നമ്മുടെ കുട്ടീസ് കുറച്ച് ബിസി ആയതുകൊണ്ട് അവരെ നമ്മൾ കാണുന്നില്ല. പിന്നെ എല്ലാവരും എങ്ങനെ ചൂടും മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ 2 ദിവസം മുന്നേ ഇവിടെ നല്ല മഴ പെയ്ത് നല്ല ചൂട് ഇപ്പൊ പൊന്തുന്നുണ്ട്. എല്ലാവരുടെയും മഴയൊക്കെ പെയ്താ. നമ്മുടെ വീട്ടില് ഇവിടെ മഴ പെയ്തു, പക്ഷെ കാടുട്ടില് മഴ ഉണ്ടായില്ലെന്ന് പറയണ്ടായിരുന്നു. ഈ ബ്രഷ് പിടിക്കാനാ ചേട്ടന്റെ ബ്രഷ് പല്ല് തയ്ക്കാൻ. ചേട്ടന്റെ ബ്രഷ് കൊടുക്കണാ? അബ്രൂര് കൊടുക്കണാ? വേണോ വേണ്ടയോ? അബ്രു ഇപ്പൊ ഭയങ്കര ഡേഞ്ചർ ആയിക്കാ. സ്റ്റെപ്പ് കയറല്, എല്ലാവരും പിടിച്ചു നിക്കല്, സ്റ്റെപ്പുകള് എന്ത് 2 പടി വരെ അവൻ കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മള് വിട്ട് കഴിഞ്ഞാ പിന്നെ ജെറ്റ് പോലെ ആള് കയറിക്കൊളുങ്ങി. നോക്കി വെച്ചിരിക്കണം. പിന്നെ അത് മാത്രല്ല, നമ്മുടെ ഈ ജനലയുടെ ഇവിടെ ഇല്ലേ ഈ പടി പോലെ ഇതുമ്മ കേറും, അതുമ്മ പിടിച്ചു നിക്കും. കൂറുമ്പൻ എങ്ങനെ വിളിക്കാറമ്മേനെ? സ്റ്റേജി ബാബുവാ അങ്ങനെയാണ് വിളിക്കാറ്. എങ്ങനെ വിളിക്കാറെന്ന് പറയേ? സത്യം പറയണ എങ്ങനെ വിളിക്കാറുന്ന്? ഇനി ഒരു ഉമ്മതായോ? I love you. I love you. I love you വേണ്ടേ? ചേച്ചി മോളെ ചക്കരമുത്ത് ഇതാരെ പഠിപ്പിച്ചെന്ന? ചേച്ചി മോളെ ചക്കരമുത്ത് എന്ന് വിളിക്കാൻ അമ്മയാ? അമ്മയാണോ പഠിപ്പിച്ചെന്ന? ആരെ പഠിപ്പിച്ചെന്ന? അതെന്തിട്ട് ചെയ്തേ ഇപ്പൊ തന്നെ? മീൻകാരനെ ആരെ പിടിച്ചു നിർത്തിയേ? മീൻകാരൻ വിളിച്ചത് എന്നിട്ട് 2 മീൻകാരൻ നിർത്തി. അണ്ടാതം ഏത് മീനെ വാങ്ങിച്ചേ? മഞ്ഞ മീൻ ഇന്നലെയല്ലേ വാങ്ങിയേ? ഇന്നലെ മീൻ വാങ്ങിക്കാൻ പോയിട്ട് മീൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇന്ന് മീൻകാരനെ അവൻ പിടിച്ചു നിർത്തി. ഇന്ന് ഏത് മീനെ വാങ്ങിയേ? പയമ്പ്. മറന്നാ? ഇപ്പൊ തന്നെ എന്നിട്ട് ചെയ്ത മീൻ നന്നാക്കാൻ എന്നിട്ട് എടുത്തേ? കത്തി. അപ്പൊ അവിടെ എന്നിട്ട് കിട്ടിയേ വണ്ടിയാ? ഇവിടെ എന്നിട്ട് സംഭവിച്ചേവോ? കൊതുകുത്തിട്ട് ഇങ്ങനെ വന്നയാവോ? ആവോ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്. വല്ല ഉറുമ്പ പാറ്റ പാറ്റില്ലല്ലോ. ഉറക്കത്തില് ഇവര് എനിക്കും അത് കടിച്ചിട്ടുണ്ടായോ? പക്ഷെ എനിക്കപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ കറി ഞാൻ കാണിച്ചിടേ. നല്ല ക്യാബേജ് ഉപ്പേരി ഉണ്ട്. പിന്നെ തൈര് നമ്മളെ വീട്ടിൽ മിക്ക ദിവസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതേ തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാ. പിന്നെ നല്ല ചൂടല്ലേ, ചൂടത്ത് തൈര് കഴിച്ചാൽ നല്ലതല്ലോ. അപ്പൊ തൈര് ഉണ്ടാക്കാറുണ്ട്. ക്യാബേജ് സംഭവം ഞാൻ അരിയാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അബ്രു ഉറങ്ങണ സമയത്ത് ഞാൻ അരിഞ്ഞ. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ ബാക്കിയുള്ളത് അമ്മയ്ക്ക് വന്ന് അരിയേണ്ടി വന്നു. ഞാൻ അപ്പം എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ അത് അമ്മച്ചി കറി വെച്ചു. അങ്ങനെ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. അതുകൊണ്ട് എന്നിട്ട് പറ്റിയേ ആദത്തിന്റെ ചുണ്ട് പൊട്ടി. അതെന്നിട്ട് ചെയ്തെന്നറിയോ? ആദത്തിന് അബ്രുവിന്റെ വട്ടകയിലെത്തി കുളിപ്പിക്കാറുണ്ട്. എന്നിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവൻ വട്ടകയിന്ന് ചാടി ബക്കറ്റിൽ വെള്ളം എടുത്തതാ. അപ്പൊ ഇവിടെ പൊട്ടി, ചോര വന്നു അല്ലേ? എന്നിട്ട് തിന്നണേന്ന് പറഞ്ഞേ? എന്നിട്ട് തിന്നണേന്ന് പറയടാ. മിഠായ ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടാ. കുറച്ചേരം കഴിയുമ്പോ ചിലപ്പോ ഭീകരാവസ്ഥയിലേക്ക് മാറും. എവിടേക്കാ? തൊണ്ട് നമ്മുടെ ആദത്തിന് ഇഷ്ടമുള്ള കളി കാണിച്ചു തരട്ടാ. ബോൾ ഇങ്ങനെ തട്ടി കളിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അവന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ അപ്പാപ്പന്റെ വണ്ടിയുടെ അടിയിക്കുന്ന സാധാ ബോൾ തട്ടാറ്. ഇന്ന് അപ്പാപ്പന്റെ വണ്ടി അവിടെ ഇല്ലാത്ത കാരണം കൊച്ചി ഇങ്ങോട്ട് തട്ടി കളിക്കുന്നു. അങ്ങോട്ട് തട്ടാറുള്ളവൻ അവിടെ വണ്ടികൾ വെച്ചിട്ടുണ്ട്. പന്ത് പോയി
മഴയോട് പോവാൻ പറയും. ആദ്യം മഴ വന്നത് ഇഷ്ടല്ല. മഴ പോ പോ മഴ പോ. കൊച്ചിനറിയാം മഴ വന്നാൽ ചൂട് കൂടുള്ളൂ. ചൂട് കൂടുള്ളൂ. മഴ പെയ്തിട്ട് 2 ദിവസം മഴ പെയ്തിട്ടേ എന്റെ പൊന്നെ എന്തൊരു ചൂടാ തന്നെ. അതിന് വേദം മഴ പെയ്യണ്ടിരിക്കണ്ട. പറഞ്ഞ അതോ മഴ കൂടെ പറഞ്ഞ മെസ്സി അക്കര മെസ്സി ഇക്കര മെസ്സി അക്കര മെസ്സി ഇക്കര മെസ്സി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കുറച്ച് കണ്ടിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കെട്ടിയവന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ആവും ചിലപ്പോൾ. ലാസ്റ്റ് വരെ കാണണം കേട്ടോ. എന്നാലും ഇതിന്റെ എന്റെ എന്താന്നുള്ളത് അറിയുള്ളൂ. കുറച്ച് കണ്ടിട്ട് വെറുതെ കിടന്ന് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. ഞാനേ മുകളിൽ കുറെ ബെഡ്ഷീറ്റ് കഴുകി, കുറെ അല്ല ഒരെണ്ണം ഇട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാനത് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. മോളിയിൽ നിന്നാണ് ഞാൻ വീഡിയോയുടെ ഇത് പറഞ്ഞേട്ടാ. പിന്നെ അതുപോലെ ആളുടെ അടുത്ത് നിന്നിട്ട് അത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം, ഡ്രസ്സ് മാറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോന്നു. അങ്ങോട്ട് മോളിക്ക് പോയി എന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോകട്ടാ. സർപ്രൈസ് പൊട്ടിക്കണ്ടേ. ഉറങ്ങിയോ? ഓ ഫോണാന്നോനു. അബ്രു നല്ല ഉറക്കത്തിലുള്ള എനിക്കില്ലേ. പിന്നെ ഞാൻ പോയതൊന്നും അറിഞ്ഞില്ലയോ? നോക്കുത്തിയുടെ പോലെയോ? അതെന്തിട്ട് കുത്തിയ? നോക്കുത്തിയുടെ പോലെ ഇരുന്നു അത്ര നോക്കുത്തി. പിന്നെ എന്നിട്ടാണ് എല്ലാവരോടും പറയാനുള്ളത് മോന്റെ വിശേഷങ്ങൾ. ബിരിയാണി വീഡിയോ ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി ഓർഡേഴ്സ് ഡെലിഷ് മോൻ സ്വീകരിക്കുന്നതാണ്. ബിരിയാണിയില് അതന്നെ. എന്നാലും നമ്മൾ ഉണ്ടാക്കി എക്സ്പോർട്ടായി നമുക്കൊരു കുക്കിംഗ് തുടങ്ങിയാലല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് അല്ല, നമുക്കൊരു ഇത് തുടങ്ങാം. എന്നിട്ട് പറയാ എന്നിട്ട് തട്ടുകട ബിരിയാണി ഉണ്ടാക്കണ തട്ടുകട പുൾസായി കപ്പയും മുട്ടയും ബോട്ടിയും കൊള്ളിയും അതാവുമ്പോ എനിക്ക് തിന്നാം, നമുക്ക് തിന്നാം. ആരോ ഇന്നത്തെ വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്തോ തീറ്റപ്രാന്തി എന്നാ. എന്തോ കണ്ട എന്തോ ഒരു ഇത് തിന്നാൻ മിടുക്കത്തിയെന്നാ. ഞാൻ തിന്നും, എനിക്കെന്തോ കുഴപ്പം. പിന്നെ എന്തിനാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചൊരു കാര്യം, മറച്ചു വെച്ചൊരു സത്യം ഇന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവാണ്. ഞാൻ അധികം അങ്ങനെ മറച്ചൊന്നും വെച്ചിട്ടില്ല, മറച്ചു വെക്കാറില്ലല്ലോ. എന്തെങ്കിലും എന്തെങ്കിലും പറയാറുണ്ട്. അതല്ല, ആൾക്ക് എന്റെ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും എന്തോ ഇവള് പണി എന്തോ ചെയ്യാൻ പോണ്ടെന്ന്. ഇന്ന് ഇവിടെ കുറച്ചു നേരം അവിടുന്ന് മറ്റേ കാലത്ത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞ് ഞങ്ങള് ഭയങ്കര തല്ലായിരുന്നു കേട്ടോ. ഭയങ്കര തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെ കുറച്ചു നേരം ഞാൻ പറഞ്ഞു പിള്ളേരെ നോക്ക്, എനിക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇങ്ങോട്ട് പോന്നു. അവിടെ എത്തിപ്പോയിക്കും നിനക്കൊന്നിട്ട് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. 3/4 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ടാണ് ഞാൻ അവളോട് ചോദിച്ചത് എവിടേക്ക് നീ പോയായിരുന്നു. കാരണം ഇവിടെ എന്നോട് പറഞ്ഞു അടിച്ചു വരാൻ പോവാന്ന് പറഞ്ഞിട്ടാ പോയത്. അടിച്ചു വരാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരവാൻ പോയി. തേങ്ങ ചിരവായി കഴിഞ്ഞിട്ട് ഞാൻ ആളോട് പറയാതെ സ്കിപ്പായി മുകളിലേക്ക് പോന്നു. കാരണം ഞാൻ പറഞ്ഞ പിള്ളേരെ പിന്നാലെ പോരില്ലേ, ആള് പറയുമ്പോ നീ കൊണ്ടുക്കോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പിള്ളേരെ ആളെ ഒരു 3/4 മണിക്കൂർ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ എന്റെ കാമുകന് മെസ്സേജ് അയക്കായിരുന്നു എവിടെയാണ് എന്താ ചെയ്യണെന്നുള്ളത്. അപ്പൊ എന്തൊരു സംഭവം എന്നറിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. കാര്യം പറഞ്ഞത് വിശ്വസിക്കുമോ ഇല്ലയോ? ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കോ ഇല്ലയോ? നീ എന്ത് പറഞ്ഞാലും വിശ്വസനീയമായ കാര്യങ്ങളാണ് വിശ്വസിക്കല്ലേ. നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പൊട്ടണ അങ്ങനെ പറയില്ലേ. അതുണ്ടല്ലോ, എനിക്ക് ജോലി കിട്ടി. എനിക്ക് ദുബായിൽ ജോലി കിട്ടിയത്. നിനക്ക് ജോലി കിട്ടുന്ന ഞാൻ ഇത് മറ്റേ ഒരു ഇതിൽ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തു. പണ്ട് സൂം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സത്യായിട്ടു കാര്യം പറഞ്ഞോ. നീ ഇവിടെ വെറുതെ വന്നിരുന്നേനുള്ള ഇത് പറയുന്നത് എക്സ്പ്ലനേഷൻ അല്ലാന്ന്
എനിക്ക് ജോലി കിട്ടിയ സത്യത്തില് ദുബായില് പിന്നെ എന്തേ എനിക്ക് എന്തത് കിട്ടിക്കൂടെ? ജോലി ചിലപ്പോ കിട്ടുമായിരിക്കും, പക്ഷെ ഇന്ന് നിനക്ക് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഇന്നല്ല കുറച്ച് ദിവസമായി ഇത് ഇങ്ങനെ ഇതുകൾ ഇപ്പൊ ഇത് ചെയ്തു തുടങ്ങിട്ട് ഞാൻ മോവൽ പറഞ്ഞ ഞാൻ നടന്നിട്ടില്ല. ജോലി കിട്ടിയ എന്റെ അഭിമാനം തോന്നുന്നുണ്ടോ ഭാര്യനെ കുറിച്ച്? എനിക്ക് 100-ൽ 99% അറിയാം എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. ഭാര്യയുടെ പറഞ്ഞ പോലെ എന്നിട്ട് ഇന്റർവ്യൂ ഉണ്ടായോ? നീ എന്നിട്ട് എന്തൊക്കെ പറഞ്ഞത്? അതെനിക്കറിയാം. അല്ല അവര് നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴാണ് ആ സ്കൂളിലെ കാര്യം കലാസ്. എന്തായാലും ടീച്ചറായിട്ടാണോ നിന്റെ ജോലിക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓഫർ ലെറ്റർ അയക്കാന്ന് പറഞ്ഞിട്ടവര് വെറുതെ പറയുന്നുണ്ട്. അല്ലാന്ന് ശരിക്കും അന്റെ നീ എന്നോട് അത് ഇന്റർവ്യൂ കഴിഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ. അതങ്ങനെ പറയാൻ പാടില്ല. നമ്മളത് സർപ്രൈസുകൾ നമ്മള് വീഡിയോ എടുക്കണം അല്ല, നമ്മള് സർപ്രൈസുകൾ നമ്മുടെ നല്ല നല്ല മൂമെന്റ്സ് നമ്മള് ക്യാപ്ചർ ചെയ്ത് വെക്കണ്ടേ. അപ്പൊ അങ്ങനെ പറഞ്ഞല്ലേ രസം ഉണ്ടാവുള്ളൂ. എല്ലാവരും ജോലി കിട്ടിയിട്ടുണ്ടാവില്ലേ? പിന്നെ വിശ്വസിക്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞാ വിശ്വസിക്കില്ല എന്ന് പറയണേ ആരും. ഞാൻ പറഞ്ഞ പിന്നെ വേറൊരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3/4 മണിക്കൂറുകൾ മിസ്സിംഗ് ആയിരുന്നു. നിന്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് എന്തിനൊക്കെ ചെയ്ത് എനിക്കറിയില്ലേ. സൂം ഇന്റർവ്യൂ ഉണ്ടായെന്നൊക്കെ ഇവിടെ പറയില്ലേ. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു മുകളിൽ. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് എന്തെങ്കിലുമൊക്കെ പരിപാടി അല്ലെങ്കിൽ ഇവിടെ മൊബൈൽ തെറ്റായി മൊബൈൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. അത് കാരണം ഞാൻ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്തോ ഒപ്പിക്കുന്നു. ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അറിയാം. ഇന്റർവ്യൂ ഉണ്ടായത് തന്നെ നിന്റെ ഇരിക്കില്ല. ഇനിയിപ്പ പോണം. പിള്ളേരെന്ത് ചെയ്യുന്ന ആലോചിക്കണ. പിള്ളേരെ അപ്പൊ അബ്രൂന് പാല് എന്നിട്ട് നീ പഠിക്കാൻ നല്ല പരിപാടിയല്ലേ? എന്താ ആഗ്രഹം? അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റിയ ഞാൻ മാത്രം പണിയെടുത്തിട്ട് എന്താ കാര്യം? ഞാൻ മാത്രല്ല പണിയെടുക്കണ്ടായത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും ഈക്വൽ ആയിട്ട് പണിയെടുക്കണം. ഈക്വാലിറ്റി. അങ്ങനെ ഗൈസ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ആയ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇത്ര നാൾ ഇത് പഠിച്ചതിന് സന്തോഷം. കണ്ട എപ്പോഴും വിശ്വസിക്കണില്ല. എന്താ ചെയ്യാ? ജോലി കിട്ടി എനിക്ക് സന്തോഷമായി. നീ ജോലിക്ക് പോയാ എനിക്ക് വലിയ പ്രശ്നമില്ലേ. തലവേദന കൂടാനും പോണ ഫുള്ള് റെസ്പോൺസിബിലിറ്റി. പിന്നെ മോനാ പിന്നെ അല്ലാണ്ട് എന്റെ ദൈവം. ഇനി ജോലിക്ക് പോണം. ഏർലി മോർണിംഗ് പോണം. എണിക്കണം, കറി വെക്കണം. പിന്നെ എന്റെ ദൈവേ വീട്ടിലേക്ക് വിളിച്ച് പറയണം ഈ അമ്മച്ചിനെ. അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞതിന്റെ തലേന്ന് പറയും എനിക്ക് തലയ്ക്ക് വെട്ടാന്ന് പറയും. അമ്മച്ചി ആരും വിശ്വസിക്കില്ല കേട്ടോ. അത് പറഞ്ഞു സത്യമായിട്ട് വിശ്വസിക്കില്ലേ. ഞാൻ തന്നെ എനിക്കിപ്പോഴും വിശ്വസമായിട്ടില്ല. പിന്നെ ഇവിടെ ആ 3/4 മണിക്കൂർ മിസ്സിങ് ആയിരുന്ന സമയം കാരണം എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്തോ ഒരു സൗണ്ട് കേൾക്കണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല വീഡിയോയിലെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. അമ്മ ചോദിച്ചു ഇവിടെ അവിടേക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവള് മുകളിൽ എന്തോ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ച സർട്ടിഫിക്കറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി വിളിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചേ. വിളിക്കായിരുന്നു പറഞ്ഞില്ലേ. എന്റെ ദൈവേ അങ്ങനെ ജോലിക്ക് പോകും. അപ്പൊ ഇവൾക്ക് ജോലി കിട്ടി ഗൈസ്. എന്തിനാണ് നോൺ ടീച്ചിങ്. നോൺ ടീച്ചിങ്ങില്. അപ്പൊ ടീച്ചിങ് ആയിട്ടുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ്. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഫ്രഷർ അല്ലേ. അപ്പൊ നമുക്ക് അതനുസരിച്ചല്ലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. അപ്പൊ ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഞാനിപ്പോഴാണ് അറിഞ്ഞേക്കണേ ജോലി കിട്ടിയെന്നുള്ള കാര്യം. ഇനി നീ ജോലിക്ക് പോയി വലിയ ആളായി നമ്മുടെ കുടുംബമൊക്കെ വലുതാക്കി കുടുംബത്തെ പോറ്റി വളർത്തണം. അതന്നെ. അപ്പൊ എന്നിട്ട് വാങ്ങിച്ചാൽ എനിക്ക് ജോലി കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഭാര്യക്ക് വാങ്ങിച്ചല്ലേ. ഭാര്യക്കല്ല ഭാര്യക്ക് ജോലി കിട്ടിയ ഭർത്താവ് കാശ് കിട്ടിയാലല്ലേ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. അതിപ്പോ അയക്കാൻ പറയാ. അപ്പോയിന്റ് ചെയ്തേ ആരും മെസ്സേജ് നമ്പർ പുതിയ നമ്പറിൽ നിന്നൊക്കെ ആരും മെസ്സേജ് അയച്ചിട്ടില്ല. എന്റെ ദൈവേ.
എന്റെ ദൈവമേ. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ എന്നിട്ട് പറയാനുള്ള വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഇനി ഇതില് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഫോൺ എടുത്ത് വെക്കി പിന്നെ നല്ല വെണ്ണങ്ങളാവോ ചിട്ടിക്കളി ഞാൻ അറിയാണ്ട് നമ്പർ സേവ് ചെയ്തിട്ടില്ല കേട്ടാ. അപ്പൊ എന്നിട്ടാണ് അപ്പൊ മോൻ വിശ്വസിച്ചു വെച്ചാ ഇപ്പൊ നീ ഇങ്ങനെ തറപ്പിച്ച് പറയുമ്പോ അങ്ങനെ വിശ്വസിക്കാൻ അതന്നെ. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ നുണ പറഞ്ഞതാണ്. പിന്നെ ടെസ്റ്റിങ് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് എനിക്കൊന്നും അറിയണ്ടേ. ഭർത്താവ് അമ്മിച്ചനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് തെറിയിക്കും. നിനക്ക് ജോലി കിട്ടേ ഇവിടെ ഇരുന്നിട്ടാ നീ എന്തിട്ട് ചെയ്യാനാ 2 പിള്ളേരെ കൊണ്ട്. ഇപ്പഴേ പറയില്ല കഴിഞ്ഞു. അത് ഈ പിള്ളേർക്ക് 2-3 വയസ്സാവണ്ട് ജോലിക്ക് പോണ കാര്യത്തെ കുറിച്ചേ ആലോചിക്കുന്നത്. ആ ആളുടെ അടുത്ത് വിളിച്ച് പറയാൻ പോണേ. നേരത്തെ അവളൊരു തേങ്ങ വിളിച്ച് അപ്പൊ അങ്ങനെ ഭർത്താവ് വിശ്വസിപ്പിച്ചു. ഞാൻ എന്റെ കഴിവിനെ മോൻ അതന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പൊ പിന്നെ വേറെ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. അപ്പൊ ആരും വിശ്വസിക്കണ്ട കേട്ടോ. ഒരു സർപ്രൈസ്, ആൾക്കും സർപ്രൈസ് കൊടുക്കണം, നിങ്ങൾക്ക് ഒരുമിച്ച് സർപ്രൈസ് പൊങ്കാലി ഇടരുത്. അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ 2 കുട്ടീസ് കിടന്നുറങ്ങാണ്. ആദ്യം താഴ്ത്താണ്, കുറച്ചേരം കഴിയുമ്പോ അമ്മേനെ വിളിക്കും. അബറൂടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മള് വർത്താനം പറയുന്നതായിട്ട് അവൻ എനിക്കും. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.